بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. تلاوة القرآن ക്ലാസ് 8. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. صراط സ്വാദിൻ്റെയും ത്വാഇൻ്റെയും മഖ്റജുകളും സിഫത്തുകളും കഴിഞ്ഞ 7ാമത്തെ ക്ലാസ്സിൽ നാം വിശദീകരിച്ചിരുന്നു. അതനുസരിച്ച് ഉച്ചാരണം കൃത്യമാക്കുക. റാഇൻ്റെ വിശദീകരണം ക്ലാസ് 2-ൽ നമ്മൾ വിശദീകരിച്ചിരുന്നു. അതും ശ്രദ്ധിക്കുക. സിറാത്ത സിറാത്ത അല്ലദീന. ലാം ശബ്ദോടുകൂടി ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അല്ലദീന എന്നും ഉച്ചരിക്കരുത്, അല്ലദീന എന്ന് വളരെ ശക്തിയായും ഉച്ചരിക്കാൻ പാടില്ല. മറിച്ച് മീഡിയം ലെവലിൽ അല്ലദീന അല്ലദീന സിറാത്തല്ലദീന സിറാത്തല്ലദീന അൻഅംത അലൈഹിം. സുക്കൂനുള്ള നൂൻ മീം ഉച്ചരിക്കുമ്പോൾ അല്പസമയം നീട്ടി ഉച്ചരിക്കണം. ഏതുപോലെ അൻ അം അൻ അം. ഉച്ചരിക്കാൻ പാടില്ലാത്ത രീതി അൻ അംത അൻ അംത എന്നല്ല, അൻ അംത അൻ അംത അൻ അംത അൻ അംത അലൈഹിം. അതുപോലെ അലൈഹിം എന്ന് ഉച്ചരിക്കുമ്പോൾ ലാമിന് ശേഷമുള്ള യാ അവ്യക്തമാകാതെ ശ്രദ്ധിക്കണം. അലേഹിം എന്ന് ഓതരുത്. അലേഹിം അല്ല, അലൈഹിം അലൈഹിം. അതുപോലെ വീണ്ടും സുക്കൂനുള്ള മീം വഖഫ് ചെയ്യപ്പെടുമ്പോൾ അല്പം സമയമെടുത്ത് വഖഫ് ചെയ്യണം. അലൈഹിം 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 അലൈഹിം. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അടുത്ത അക്ഷരം ഹ ആണ്. തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന അക്ഷരം ഹ. ഹി അലൈഹി അലൈഹി. ശേഷം സുക്കൂനുള്ള മീം വീണ്ടും അല്പം സമയമെടുത്ത് വഖഫ് ചെയ്യണം. അലൈഹിം 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 എന്ന് മീം പുറമേ കേൾക്കുന്ന രൂപത്തിൽ വേണം വഖഫ് ചെയ്യാൻ. അലൈഹിം എന്നല്ല, അലൈഹിം അലൈഹിം. സിറാത്തല്ലദീന അൻഅംത അലൈഹിം സിറാത്തല്ലദീന അൻഅംത അലൈഹിം സിറാത്തല്ലദീന അൻഅംത അലൈഹിം. ഗൈരിൽ. ഗൈനിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മേലെയറ്റം. സിഫത്തുകളിൽ ഒന്ന് ജഹ്ർ, ശ്വാസ തടസ്സമുണ്ടാവുക അഥവാ കാറ്റ് പുറപ്പെടാതിരിക്കുക ഗൈനിൻ്റെ ഉച്ചാരണത്തിൽ. രണ്ടാമത്തെ സിഫത്ത് റഹ്വ്, മഖ്റജിൽ ബലഹീനമായി സ്ഥിതി ചെയ്യുന്നതിനാൽ ശബ്ദം നടക്കൽ. ഏതുപോലെ ജഹ്ർ എന്ന സിഫത്തനുസരിച്ച് ഗൈനിൽ കാറ്റ് നടക്കുകയില്ല, എന്നാൽ റഹ്വിൽ ശബ്ദം നടക്കുകയും ചെയ്യും. അതുപോലെ മൂന്നാമത്തെ സിഫത്ത് ഇസ്തിഅ്ലാ, നാവ് അണ്ണാക്കിലേക്ക് ഉയർന്നിരിക്കുകയും ചെയ്യും. ശേഷം ഇൻഫിതാഹ് എന്ന സിഫത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാവ് അണ്ണാക്കുമായി അകന്നിരിക്കേണ്ടതുണ്ട്. ശേഷം ഇസ്മാത്ത്, അതായത് ഉച്ചാരണത്തിൽ പ്രയാസമുണ്ടാവുക എന്നതാണ്.
കിതാബുകളിൽ കാണാം 3-ലധികം അസ്ലിയായ അക്ഷരങ്ങളുള്ള ഒരു പദം ഈ ഇസ്മാത്തിൻ്റെ അക്ഷരങ്ങളാൽ മാത്രം ഉണ്ടാവുകയില്ല. ഉച്ചാരണത്തിൽ അത്രയും പ്രയാസമാണ് ഈ അക്ഷരം എന്ന് ചുരുക്കം. അപ്പോൾ ഗൈന് എന്ന അക്ഷരത്തിൻ്റെ മഖ്റജും സിഫത്തുകളും ഉച്ചാരണ രീതികളും നാം പഠിച്ചു. ശ്രദ്ധിക്കുക, തൊട്ടടുത്ത പദത്തിൽ ഗൈൻ എന്ന അക്ഷരം ഉണ്ട്, സുക്കൂനായിട്ടാണ് വന്നിട്ടുള്ളത്. സുക്കൂനോടുകൂടി വരുമ്പോൾ റഹ്വ് എന്ന ശബ്ദം നടക്കൽ എന്ന സിഫത്ത് കൂടുതൽ പ്രകടമാവുകയും ചെയ്യും. ഗൈരിൽ സുക്കൂനുള്ള ലാം ഉച്ചരിക്കേണ്ടത് എങ്ങനെയെന്ന് ക്ലാസ് 4-ൽ വിശദീകരിച്ചിട്ടുണ്ട്, ഏവരും ശ്രദ്ധിക്കുമല്ലോ. ഗൈരിൽ ഗൈരിൽ ഇവിടെ ഗൈന് സുക്കൂനാണ്, അതുകൊണ്ട് തന്നെ റഹ്വ് എന്ന സിഫത്ത് കൂടുതൽ പ്രകടമാകും. ഗൈരിൽ 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 ളാദിൻ്റെ മഖ്റജ് നാവിൻ്റെ അരിവും മേൽ അണപ്പല്ലുകളും ചേർന്നാണ്. ളാദിൻ്റെ സിഫത്തുകളിൽ ഒന്ന് ജഹർ, ഉച്ചാരണത്തിൽ കാറ്റ് തടസ്സം ഉണ്ടാവുക. അതുപോലെ റഹ്വ്, ഉച്ചാരണത്തിൽ ശബ്ദനീളം ഉണ്ടാവുക, ശബ്ദം നടക്കുക. അതുപോലെ ഇസ്തിഅ്ലാ, ഇത്ബാഖ്. ഇസ്തിഅ്ലാ എന്നാൽ നാവിൻ്റെ അങ്ങേയറ്റം അണ്ണാക്കിലേക്ക് ഉയർന്നിരിക്കുക. ശേഷം ഇത്ബാഖ്, നാവിൻ്റെ മധ്യഭാഗം മേൽപോട്ട് ഉയർന്നിരിക്കുക. പിന്നീട് ഇസ്മാത്ത്, ഉച്ചാരണത്തിൽ പ്രയാസമുണ്ടാവുക. ശേഷം ഇസ്തിത്വാല, മഗ്ദൂബി 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 അലൈഹിം അലൈഹിം. അലൈഹിം എന്നത് നേരത്തെ നാം വിശദീകരിച്ചിട്ടുണ്ട് ഈ ക്ലാസ്സിൽ തന്നെ. ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വാവ് വരുന്നുണ്ട്, അതുകൊണ്ട് ഒരു നിയമമുണ്ട്. സുക്കൂനുള്ള മീമിന് ശേഷം ബ, മീം ഒഴികെയുള്ള ഏതക്ഷരം വന്നാലും വ്യക്തമായി ഇൽഹാർ ചെയ്ത് ഉച്ചരിക്കണം. പ്രത്യേകിച്ച് സുക്കൂനുള്ള മീമിന് ശേഷം ഫ അല്ലെങ്കിൽ വാവ്, ഇവയിൽ ഏതെങ്കിലും ഒന്നാണ് വരുന്നതെങ്കിൽ പ്രത്യേകമായി ശ്രദ്ധയോടുകൂടി വ്യക്തമായി ഉച്ചരിക്കണം എന്ന് തജ്വീദിൻ്റെ കിതാബുകൾ നമ്മെ പഠിപ്പിക്കുന്നു. അലൈഹിം വ അലൈഹിം വ. സുക്കൂനുള്ള മീമിനെ വ്യക്തമായി ഉച്ചരിച്ചില്ലെങ്കിൽ ഇവിടെ അവ്യക്തമായി പോകും. അതുപോലെ വ്യക്തമാക്കാൻ വേണ്ടി സക്ത പോലെയുള്ള പാരായണം പാടില്ല. ഏതുപോലെ അലൈഹിം വ, അവിടെ ശ്വാസം മുറിക്കാതെ വഖഫ് ചെയ്യുന്ന രീതി പാടില്ല. ഏതുപോലെ അലൈഹിം വ, അങ്ങനെ ഓതാൻ പാടില്ല. ഒഴുക്കോടുകൂടി ഓതണം. അലൈഹിം വ അലൈഹിം വ അലൈഹിം വ അലൈഹിം വ വലദ്ദാല്ലീൻ. ഇവിടെ ഷദ്ദുള്ള ലാമാണ്, നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ട്. ഷദ്ദുള്ള ലാം വരുമ്പോൾ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്ന് മിതത്വം പാലിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അതുപോലെ അവസാനം സുക്കൂനുള്ള നൂനോടുകൂടി വഖഫ് ചെയ്യുമ്പോൾ നൂൻ അല്പം നീട്ടി കേൾക്കുന്ന രൂപത്തിൽ വ്യക്തമായി വഖഫ് ചെയ്യേണ്ടതാണ്. ഇനി പ്രധാനമായി ചർച്ച ചെയ്യേണ്ടുന്ന ഒന്നാണ് ഇവിടെ എന്ന മദ്ദിനെ കുറിച്ച്, അഥവാ ലാസിമായ മദ്ദിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ശേഷം ലീൻ എന്ന് വഖഫ് ചെയ്തപ്പോൾ ഒരു മദ്ദ് ചെയ്തു. ആ മദ്ദ് ഈ സൂറത്തുൽ ഫാത്തിഹയുടെ എല്ലാ ആയത്തിലും ഉണ്ടല്ലോ, അവിടെ എല്ലാം മദ്ദ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വഖഫ് ചെയ്തത്. മദ്ദ് ലാസിം എന്നാൽ എന്ത്? ഒരേ പദത്തിൽ മദ്ദക്ഷരത്തിന് ശേഷം സ്ഥിരമായ സുക്കൂനോ ഷദ്ദോ ഉണ്ടാവുക, ഇതിന് മദ്ദ് ലാസിം എന്ന് പറയുന്നു. ഇവിടെ വാദിൽ മദ്ദക്ഷരം അലിഫ് ഉണ്ടായിട്ടുണ്ട്, ശേഷമുള്ളതായ അക്ഷരം
ലാമിൽ ഷദ്ദുണ്ടായിട്ടുണ്ട്. ഇത് ഒരേ പദത്തിലാണ്, അതുകൊണ്ട് ഇവിടെ മദ് ലാസിം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മദ്ദിൻ്റെ അളവ് എത്രയാണ്? 6 ഹറക്കത്ത് നിർബന്ധമാണ്. 6 ഹറക്കത്ത് എന്ന് പറയുന്നത് 3 അലിഫ് നീട്ടാനെടുക്കുന്ന സമയമാണ്. 3 അലിഫ് എന്ന് പറയും, അല്ലെങ്കിൽ 6 ഹറക്കത്ത് എന്ന് പറയും. അഥവാ 2 ഹറക്കത്ത്, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ എടുക്കുന്ന സമയം 1 അലിഫ് ഉച്ചരിക്കാൻ എടുക്കും. ഉദാഹരണം ശ്രദ്ധിക്ക്. ആ 1 ഹറക്കത്ത്, ആ 2ാമത്തെ ഹറക്കത്ത്, ആ ഇത് രണ്ടും ചേർന്ന സമയമാണ് 1 അലിഫിനുള്ളത്. ആ ചുരുക്കത്തിൽ ഒന്നുകിൽ 3 അലിഫ് നീട്ടണം, അല്ലെങ്കിൽ 6 ഹറക്കത്ത് നീട്ടണം. ഇത് നിർബന്ധമായ മദ്ദാണ്. അടുത്ത മദ് സൂറത്തുൽ ഫാത്തിഹയുടെ എല്ലാ ആയത്തിൻ്റെയും അവസാനം നാം ചെയ്ത മദ്ദിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഇവിടെ ഒരേ പദത്തിൽ മദ്ദക്ഷരത്തിന് ശേഷം വഖഫ് ചെയ്യുന്നതിനാൽ സുക്കൂൻ വന്നു ചേരുക, ഇതിന് മദ് ആരിദ് എന്ന് പറയുന്നു. ഇവിടെ നോക്ക്, അർ-റഹീം, ഇവിടെ ഒരു മദ്ദക്ഷരം ഉണ്ടായി, യാ എന്ന മദ്ദക്ഷരം. അതിനുശേഷം വഖഫ് ചെയ്യേണ്ടത് കൊണ്ട് അർ-റഹീമി എന്നായിരുന്നു. എന്നാൽ വഖഫ് ചെയ്യുന്നതിനാൽ അവിടെ കസ്റുള്ള മീമിനെ സുക്കൂനുള്ള മീമാക്കി. അപ്പോൾ അവിടെ സ്ഥിരമായ സുക്കൂൻ അല്ല, യാഥാർത്ഥ്യമായി അവിടെ മീമിന് കസ്റായിരുന്നു. വഖഫ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ മീമിന് സുക്കൂൻ കൊടുത്തു. ഇവിടെ അർ-റഹീം ഒരേ പദത്തിൽ മദ്ദക്ഷരത്തിന് ശേഷം വഖഫ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതായ സുക്കൂൻ. ഇവിടെ മാത്രമല്ല, ഖുർആനിൽ ഉടനീളം ഈ നിയമമുണ്ട്. ഇവിടെ യാ ആയിരുന്നു നീട്ടക്ഷരം, എന്നാൽ സൂറത്തുൽ നാസ് നോക്ക്, അവിടെ അലിഫാണ്. അതുപോലെ സൂറത്തുൽ കാഫിറൂനിൽ വാവാണ്. ഇവിടെ എല്ലാം മദ് ആരിദാണ്. ഖുർആനിൽ ധാരാളമായി ഈ മദ് ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ ഫാത്തിഹയുടെ അവസാന ഈ ആയത്ത് പരമാവധി തജ്വീദ് അനുസരിച്ച് നാം വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് ഇനി പ്രാക്ടിക്കലായിക്കൊണ്ട് പാരായണം ചെയ്ത് നമുക്ക് പഠിക്കാം. എന്നോടൊപ്പം ഏവരും ഖിറാഅത്ത് ചെയ്യുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സിറാത്തല്ലദീന أنعمت عليهم غير المغضوب صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. പരമാവധി ആവർത്തിച്ച് കേട്ട് പഠിക്കേണ്ടതാണ്. തജ്വീദിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് കൃത്യമായി പാരായണം ചെയ്യാൻ ശ്രമിക്കുക. ഏവരും ദുആ ചെയ്യുക. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.